യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരു കൈക്കും കാലിനും വയ്യാത്തതുകൊണ്ട് വിനയൻ അവന്റെ നാവ ആയുധമാക്കി എടുത്തിരിക്കുക. എന്തു പറഞ്ഞും അയാൾ അയാളുടെ ഭാഗം ന്യായീകരിക്കും. അതുകൂടി മനസ്സിലാക്കി വേണമായിരുന്നു നമ്മൾ വിനയനോട് പെരുമാറാൻ. അവന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി തന്നെ ശബരി പലപ്പോഴും ഞാൻ അവനെ കൈവയ്ക്കാതെ വിട്ടത്. പക്ഷെ ഇത്തരം വൃത്തിയിട്ട വാക്കുകൾ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തു പറഞ്ഞാലും അടിക്കരുതായിരുന്നു രഘുവേട്ട. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പുറത്തുനിന്ന് ഒരാൾ കേൾക്കുമ്പോ വിനയൻ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതിന് രഘുവേട്ടൻ അവനെ തല്ലി ഇറക്കിയെന്നേ വരും. അതെ, ഇപ്പൊ അവൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റാ നമ്മൾ ചെയ്തിരിക്കുന്നത്. വിനയന് ഇനി അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഉറക്കം നഷ്ടപ്പെടുന്നത് നമുക്കാ. അതോർക്കുമ്പോഴെനിക്ക് ഏറ്റവും സങ്കടം. ഇതുവരെ ഞാൻ മാത്രം ആ മനുഷ്യന് സഹിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ നമ്മുടെ കുടുംബത്തിന് മൊത്തം അയാളൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കും. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിയേ പറ്റൂ. നീ വിഷമിക്കാതെ ചേരൂ. എല്ലാ കാലവും ഒരു മനുഷ്യന് ഒരുപോലെ ആവണമെന്നില്ല. കുറച്ചു കഴിയുമ്പോ താൻ ചെയ്ത തെറ്റാണെന്ന് വിനയന് തോന്നിക്കൂടുന്നില്ല. അവൻ മാറുമെന്നാ എന്റെ വിശ്വാസം. ഓരോ കാലത്ത് ഓരോ മാരണങ്ങള് ഈ കുടുംബത്തിൽ വന്നു ചേർന്നോന്ന് ശാപം വലുതുണ്ടെന്ന് തോന്നും. കുറെ കാലം ഇന്ദ്രന്റെ അമ്മയെ കൊണ്ടായിരുന്നു ശല്യം. കുടുംബത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോ അതിന്റെ സന്തോഷത്തെക്കാള് സുശീലാന്റി വന്ന് അവിടെ എന്ത് കാണിക്കുന്നുള്ള ടെൻഷനായിരുന്നു കൂടുതല്.